CMRL കേസിൽ ഇപ്പോൾ CMRL കമ്പനിക്ക് ശശിധരൻ ഖർത്തയ്ക്ക് ആശ്വാസം എന്ന വാർത്തയാണ് നമ്മുടെ മുന്നിലേക്ക് വരുന്നത്. അതിന്റെ വിശദാംശങ്ങളിലേക്ക് നമുക്ക് പോകേണ്ടതുണ്ട്. വരുന്ന ഏറ്റവും പുതിയ വാർത്തയാണ് CMRLന് SFIO റിപ്പോർട്ടിൽ തുടർ നടപടികൾ പാടില്ല എന്നാണ് ഹൈക്കോടതിയുടെ നിർദ്ദേശം. തൽസ്ഥിതി തുടരാനാണ് നിർദ്ദേശം. CMRLനോടും കേന്ദ്ര സർക്കാരിനോടും സത്യവാങ്മൂലം സമർപ്പിക്കാനും കോടതിയുടെ ഇടക്കാല ഉത്തരവ് വരികയാണ്. 2 മാസത്തേക്കാണ് തൽസ്ഥിതി തുടരേണ്ടത് എന്നാണ് അറിയാൻ കഴിയുന്നത്. SFIO റിപ്പോർട്ട് നമുക്കറിയാം വലിയ രീതിയിൽ തന്നെ വിവാദം നിൽക്കുന്ന കരിമണൽ കേസുമായി ബന്ധപ്പെട്ട എക്സാലോജിക്ക് CMR ഇടപാടുമായി ബന്ധപ്പെട്ട കേസിലെ SFIO റിപ്പോർട്ടിൽ തുടർ നടപടി പാടില്ല എന്നാണ് ഹൈക്കോടതിയിൽ നിന്ന് ഏറ്റവും പുതുതായി വരുന്ന വിവരം. ബിനിൽ വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് നമുക്കിപ്പം ചേരുന്നുണ്ട്. ബിനിൽ, വലിയ ആശ്വാസമാണ് CMRലിന് മാത്രമല്ല എക്സാലോജിക്കിനും വീണ വിജയനും ഒക്കെ. എന്താണ് കോടതി പറയുന്നത്? ആര്യ, CMRലിന്റെ ഹർജിയിലാണ് സ്റ്റാറ്റസ് കോ നിലനിർത്താൻ ഇപ്പോൾ ഹൈക്കോടതി ഉത്തരവിട്ടതെങ്കിലും ഇതിൽ ആശ്വാസം CMRലല്ല. യഥാർത്ഥത്തിൽ രാഷ്ട്രീയമായിട്ടുള്ള ആശ്വാസം നേടുന്നത് മുഖ്യമന്ത്രിയും മകൾ വീണയും തന്നെയാണ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്നത് നിയമപരമായ ഒരു ചോദ്യമാണ് CMRൽ അവിടെ ഉയർത്തിയത്. തങ്ങളെ എതിർകക്ഷികളെ കേൾക്കാതെ SFIO റിപ്പോർട്ടിന്മേൽ കുറ്റം ചുമത്തിയത് ചോദ്യം ചെയ്താണ് അവർ ഹൈക്കോടതിയിലെത്തിയത്. ഇപ്പോൾ ഹൈക്കോടതി 2 മാസത്തേക്ക് സ്റ്റാറ്റസ് കോ നിലനിർത്താനാണ് ഉത്തരവിട്ടിരിക്കുന്നത്. അതായത് തൽസ്ഥിതി തുടരണം. ഇപ്പോൾ കുറ്റം ചുമത്തിയ നടപടി അവിടെ നിലനിൽക്കുകയാണ്. അതിന്മേൽ തുടർ നടപടികൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കീഴ്ക്കോടതിക്ക് കഴിയില്ല. അതാണ് ഇപ്പോൾ ഹൈക്കോടതി ഉത്തരവിന്റെ സാരാംശമായിട്ട് നമുക്ക് പറയാൻ കഴിയുന്നത്. സ്റ്റാറ്റസ് കോ, അതായത് ഇപ്പോഴുള്ളത് ഈ കുറ്റം ചുമത്തിയ സ്ഥിതിയാണ്. ആ സ്ഥിതിയിൽ നിന്ന് മുന്നോട്ട് പോകാൻ കഴിയില്ല. അതായത് പ്രതികളെ സമൻസ് അയച്ച് വിളിപ്പിക്കുക, അതിൽ മേലുള്ള മറ്റ് നടപടികൾ, ആ നടപടികളിലേക്ക് പോകാൻ കഴിയാത്ത അവസ്ഥയാണുള്ളത്. അതായത് ഈ കുറ്റം ചുമത്തിയ നടപടി നിയമപരമാണോ അല്ലയോ എന്നത് പരിശോധിക്കാനാണ് ഇപ്പോൾ ഹൈക്കോടതി തൽസ്ഥിതി തുടരണമെന്നാണല്ലോ പറയുന്നത്. അപ്പോൾ ഈ 2 മാസത്തിനുള്ളിൽ എന്തായിരിക്കാം ഈ കാര്യങ്ങളിൽ ഇവരുടെ വാദങ്ങൾ? ഇവരെ കേട്ടില്ല എന്ന പ്രധാനപ്പെട്ട വാദമാണല്ലോ CMRലുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങൾ ഉയർത്തിയത്. അപ്പോൾ ആ കാലതാമസത്തിന്റെ ഒരു കണക്ക് എങ്ങനെയായിരിക്കും? ആ സമയത്ത് നടപടി എന്തായിരിക്കാം പിന്നിൽ? പ്രതീക്ഷ, ഇനി ഈ കേസിൽ ഹൈക്കോടതിയുടെ തീർപ്പ് വരുന്നത് വരെ ഇപ്പോഴത്തെ അവസ്ഥ എന്തോ ആ അവസ്ഥ തുടരണം. അതായത് ഈ പ്രതികൾക്ക് മേൽ കുറ്റം ചുമത്തിയിട്ടുണ്ട്. ആ കുറ്റം ചുമത്തിയ ഉത്തരവ് അതേപടി നിലനിൽക്കുന്നു. അതിന്മേൽ മുന്നോട്ട് പോകാൻ കഴിയില്ല. അതായത് ഇപ്പോൾ കുറ്റം ചുമത്തിക്കഴിഞ്ഞാൽ ഇനി അത് പ്രിൻസിപ്പൽ സെഷൻസ് കോടതിക്ക് കൈമാറി മറ്റൊരു കോടതിയിലേക്ക് വന്ന ആ കോടതി ഈ പ്രതികളായിട്ടുള്ളവർക്ക്, അതായത് CMRലിന്റെ ഉടമ ശശിധരൻ ഖർത്ത മുതൽ മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയൻ വരെയുള്ള 13 പേർക്ക് നോട്ടീസ് അയച്ച് അവരെ സമൻ ചെയ്ത് അവരെ കോടതി മുമ്പാകെ വിളിച്ചു വരുത്തി തുടർ നടപടികളിലേക്ക് പോകും. ആ നടപടികളാണ് ഇപ്പോൾ തൽക്കാലത്തേക്ക് ഹൈക്കോടതി ഉത്തരവോടുകൂടി മരവിക്കുന്നത്. അതായത് ഇപ്പോഴത്തെ അവസ്ഥ എന്തോ അതേ അവസ്ഥ തുടരുന്നു. മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നതാണ് ഇപ്പോഴത്തെ ഹൈക്കോടതി ഉത്തരവിന്റെ പ്രാധാന്യം എന്നത്. ഇതിൽ ബിനിൽ, എന്തുകൊണ്ട് ഈ 2 മാസത്തെ ഒരു ഗ്യാപ്പ്, അത് എന്തുകൊണ്ടാണ് ഈ ഒരു ഗ്യാപ്പ് സാവകാശം കിട്ടിയത്? ഇത് വളരെ സങ്കീർണമായ ഒരു നിയമപ്രശ്നമാണ് കോടതിക്ക് മുന്നിലേക്ക് വന്നത്. അതായത് BNSS വന്നതിന് ശേഷം ഇത്തരത്തിലൊരു കംപ്ലൈന്റ് കോടതിയുടെ മുന്നിലേക്ക് വന്നാൽ ആ കംപ്ലൈന്റുകൾ ഈ ബന്ധപ്പെട്ട എതിർകക്ഷികളെ കൂടി കേട്ട ശേഷം മാത്രമേ അതിൽ ഒരു കുറ്റം ചുമത്തുന്ന നടപടികളിലേക്ക് പോകാൻ പാടുള്ളൂ എന്നതാണ് BNSSലെ വ്യവസ്ഥ. അതാണ് CMRL കോടതിയിൽ ചൂണ്ടിക്കാണിച്ചത്. അതിനെ എതിർത്തുകൊണ്ട് കേന്ദ്ര സർക്കാർ പറഞ്ഞത് SFIOയുടെ അന്വേഷണം തുടങ്ങിയത് BNSS പ്രാബല്യത്തിൽ വരുന്നതിന് മുൻപാണ്. BNSS പ്രാബല്യത്തിൽ വരുന്നതിന് മുമ്പ് കഴിഞ്ഞ വർഷം ജനുവരിയിൽ തുടങ്ങിയ അന്വേഷണമാണ്. ആ അന്വേഷണത്തിന്റെ തുടർച്ചയായിട്ടാണ് ഇപ്പോൾ ഈ കംപ്ലൈന്റ് കോടതിയുടെ മുന്നിലേക്ക് എത്തിയത്. അപ്പോൾ പഴയ നിയമപ്രകാരമുള്ള വ്യവസ്ഥകളാണ് അതിന് ബാധകമായിട്ടുള്ളത് എന്നതാണ് കേന്ദ്ര സർക്കാർ കോടതിയിൽ പറഞ്ഞത്. ഇത് വളരെ സങ്കീർണമായ ഒരു നിയമപ്രശ്നമായതുകൊണ്ട് തന്നെ കേന്ദ്ര സർക്കാരിനോടും CMRലിനോടും വിശദമായ സത്യവാങ്മൂലം സമർപ്പിക്കാൻ കോടതി ആവശ്യപ്പെട്ടു.